പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NISൻ്റെ +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 11ാമത്തെ ചാപ്റ്ററാണ്. പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അവിടുന്ന് അങ്ങോട്ടുള്ള ബാച്ചിലും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ മൊത്തം പാഠഭാഗത്തിൻ്റെ 60% മാത്രം പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. അത് എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പുതിയ രീതിയിലുള്ള ക്ലാസ്സുകളും പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡുള്ള ക്ലാസ്സുകളുമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്തവർ പാഠഭാഗം മുഴുവനും പഠിക്കണം, എല്ലാ ചാപ്റ്ററും പഠിക്കണം. അവർ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഫോളോ ചെയ്താൽ മതി. അതിൻ്റെ ക്ലാസ്സും നമ്മുടെ ചാനലിൽ പ്ലേ ലിസ്റ്റിലുണ്ട്. നമുക്കറിയാം എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ വന്നാൽ എനിക്കതിൻ്റെ ആൻസർ എഴുതാൻ കഴിയുമോ, അതിൻ്റെ അർത്ഥം മനസ്സിലാകുമോ എന്നുള്ള ഒരു ആശങ്ക പലരും ഉണ്ടായി. അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ബോർഡിൽ എഴുതി അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒന്നുകൂടി ആത്മവിശ്വാസം കൂടും. ഇത് നമ്മൾ ഗൈഡ് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിൻ്റെ ഗൈഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഗൈഡ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അവതരിപ്പിക്കുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് വേറൊരു വീഡിയോസിൽ അവതരിപ്പിക്കും. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ഇന്ത്യൻ പാർലമെന്റ് ആണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ പാർലമെന്റ്. എന്താണ് പാർലമെന്റ്? എക്സ്പ്ലെയിൻ ഫങ്ഷൻസ് ആണ്. പാർലമെന്റിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് എന്ന് പറയുന്നത്. കേന്ദ്രത്തിലുള്ള നിയമനിർമ്മാണ സഭയാണ് എന്ന് പറയുന്നത് പാർലമെന്റ് എന്ന് പറയുന്നത്. ആ പാർലമെന്റിൽ പ്രസിഡന്റ് ഉണ്ട്, അതിന്റെ ജനസഭയായ ലോകസഭയും സംസ്ഥാനത്തിൽ വരുന്ന രാജ്യസഭയും, സംസ്ഥാനങ്ങളുടെ കൗൺസിലാണ് രാജ്യസഭ. അപ്പോൾ ലോകസഭയും രാജ്യസഭയും പ്രസിഡന്റും അടങ്ങുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ കേന്ദ്ര നിയമനിർമ്മാണ സഭ ഒരു ദ്വിമണ്ഡലമായി തീർന്നത്. രാജ്യസഭയും ലോകസഭയൊക്കെ ആയിട്ട് ഇങ്ങനെ 2 ആയിട്ട് 1919 വന്നത്. ഇനി എന്തൊക്കെയാണ് പാർലമെന്റിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ്. പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ, ഒന്ന് ലെജിസ്ലേറ്റീവ് പവർ വരുന്നുണ്ട്, അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് പവറും വരുന്നുണ്ട്, അതർ പവറും വരുന്നുണ്ട്. ഫസ്റ്റ് ആണ് ലെജിസ്ലേറ്റീവ് പവർ, നിയമനിർമ്മാണ അധികാരം എന്നാണ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിന് കേന്ദ്രത്തിലൊരു നിയമം നിർമ്മിക്കാനുള്ള ഒരു അധികാരം ഉണ്ട് എന്നുള്ളതാണ്. ഈ അധികാരം ലോകസഭയിൽ നിക്ഷിപ്തമാണ്. ധനബില്ലുകൾ ഒഴികെയുള്ള മറ്റ് എല്ലാ ബില്ലുകളും ലോകസഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കും. ധനബില്ല് മാത്രം ലോകസഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കും. ബാക്കിയുള്ള എല്ലാ ബില്ലും ലോകസഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കും. ഒരു ബില്ല് നിയമപരമാണെങ്കിൽ, ലീഗലാകണമെങ്കിൽ രാജ്യസഭയും ലോകസഭയും പാസ്സാക്കണം. എന്നാലാണ് ആ ബില്ല്, ധനബില്ല് ഒഴികെയുള്ള എല്ലാ ബില്ലും രാജ്യസഭയും ലോകസഭയും പാസ്സാക്കണം എന്നുള്ളതാണ്. ഇരു സഭകളും തമ്മിൽ എന്തെങ്കിലും ബില്ലിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഒരു സംയുക്ത സമ്മേളനം വഴി പ്രമേയം ചർച്ച ചെയ്യപ്പെടുകയും തുടർന്ന് വോട്ടിങ്ങിനിടുകയും ചെയ്യും. ഇപ്പൊ ലോകസഭയും രാജ്യസഭയും ബില്ല് പാസ്സാക്കുന്ന തർക്കം വന്നു കഴിഞ്ഞാൽ ചർച്ചക്ക് ഇട്ടിട്ട് വോട്ട് ചെയ്തിട്ടാണ് ആ ബില്ല് പാസ്സാക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. സാധാരണ ഇക്കാര്യത്തിൽ ലോകസഭയ്ക്കാണ് മുൻതൂക്കം ലഭിക്കാറ്. ധനകാര്യ ബില്ലുകൾ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. നിയമനിർമ്മാണപരമായ കാര്യങ്ങളിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അവകാശമാണ്. പിന്നെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുണ്ട്. പാർലമെന്റിന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ലോകസഭയിൽ നിക്ഷിപ്തമാണ്. ലോകസഭയ്ക്ക് ഗവൺമെന്റിന്റെ മേൽ നിയന്ത്രണമുണ്ട്. അതിൻ്റെ വിശ്വാസം ആർജിക്കുന്ന കാലം വരെ മാത്രമേ ഗവൺമെന്റിന് നിലനിൽക്കാൻ സാധിക്കൂ. പ്രമേയങ്ങൾ, അടിയന്തര പ്രമേയങ്ങൾ എന്നിവ വഴി ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ ലോകസഭയ്ക്ക് കഴിയുന്നു. ഇതേപോലെ പാർലമെന്റിന്റെ മറ്റ് പ്രവർത്തനങ്ങളാണ് മറ്റുള്ള അധികാരങ്ങളാണ്.
ഭരണഘടനാപരമായ ഭേദഗതി നടത്തുന്നതിനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. രാജ്യസഭയുടെയും ലോകസഭയുടെ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഭരണപരമായ ഭേദഗതികൾ നടപ്പിൽ വരും. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. ഇന്ത്യയിലെ രാജ്യസഭയെ സംസ്ഥാന കൗൺസിൽ എന്നും വിളിച്ചു പറയുന്നു. പാർലമെന്റിനാണ് നിയമനിർമ്മാണ അധികാരങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, നെയിം 2 ഹൗസസ് ഓഫ് പാർലമെന്റ് അനലൈസ് റിലേഷൻഷിപ്പ് ആണ്. പാർലമെന്റിന്റെ 2 സഭകൾ ഏതൊക്കെയാണ്, തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ്? ഒന്ന് രാജ്യസഭയും 2 ലോകസഭയാണ്. അപ്പൊ അതിന്റെ ലോകസഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയുള്ള വിഷയങ്ങളെ കുറിച്ച് നിയമനിർമ്മാണം നടത്തുന്നതാണ് ലോകസഭ. ധനബില്ലുകളും ധനേതര ബില്ലുകളും അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നതാണ് ലോകസഭ. നികുതി ചുമത്തൽ, ബഡ്ജറ്റ്, വാർഷിക സാമ്പത്തിക കണക്ക് എന്നിവയ്ക്കുള്ള പ്രമേയങ്ങളൊക്കെ ലോകസഭയിൽ അംഗീകരിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ, ഉപചോദ്യങ്ങൾ, ഉപക്ഷേപങ്ങൾ, പ്രമേയങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ തുടങ്ങിയവയിലൂടെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് ലോകസഭയാണ്. ഭരണഘടന ഭേദഗതി വരുത്തുന്നത് ലോകസഭയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് അംഗീകാരമേകുന്നത് ലോകസഭയാണ്. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നത് ലോകസഭയാണ്. സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതൊക്കെ ലോകസഭയാണ്. കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയൊക്കെ ലോകസഭയാണ്. ഇതേപോലെ തന്നെ രാജ്യസഭയുടെ പവറുണ്ട്, അധികാരങ്ങളുണ്ട്. ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ധനബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുന്നത് രാജ്യസഭയാണ്. ചോദ്യങ്ങൾ ചോദിച്ചു പ്രമേയങ്ങൾ അവതരിപ്പിച്ചും എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നതൊക്കെ രാജ്യസഭയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതും നീക്കം ചെയ്യുന്നതൊക്കെ രാജ്യസഭയാണ്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള അധികാരം രാജ്യസഭയ്ക്ക് മാത്രമാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം യൂണിയൻ പാർലമെന്റിനുമാണ്. മൂന്നാമത്തെ ചോദ്യമാണ്, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇന്ത്യൻ പാർലമെന്റ് ഫ്രം കേരള? എത്ര മെമ്പറാണ് പാർലമെന്റ് കേരളയിലുള്ളത്? ലോകസഭയിൽ 20ഉം രാജ്യസഭയിൽ 9ഉം ആണ്. നാലാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബില്ല്? ഏതൊക്കെയാണ് വിവിധ തരം ബില്ലുകൾ? ഗവൺമെന്റ് ബില്ല്, ധനബില്ല്, സാധാരണ ബില്ല്, പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല്, ധനേതര ബില്ല്, ഭരണഘടനാ ഭേദഗതി ബില്ല്. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ആർ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലോകസഭ? ലോകസഭയുടെ അധികാരങ്ങളും ചുമതലകളും എന്തൊക്കെയാണ്? നിയമനിർമ്മാണം നടത്തുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, സാമ്പത്തിക ചുമതല വഹിക്കുക, പ്രതിനിധാനം ചെയ്യുക, ചർച്ചാപരമായ ചുമതലകൾ വഹിക്കുക, ഭരണഘടനാപരമായ ചുമതല വഹിക്കുക, തെരഞ്ഞെടുപ്പ് ചുമതലകൾ, നീതിന്യായ ചുമതല, ഇതൊക്കെയാണ് ലോകസഭയുടെ ചുമതലകൾ വരുന്നത്. അടുത്ത ചോദ്യമാണ്, ഡിസ്ക്രൈബ് ദി പവേഴ്സ് ഓഫ് ദി സ്പീക്കർ ഓഫ് ദി ലോകസഭയാണ്. ലോകസഭ സ്പീക്കറുടെ അധികാരങ്ങൾ എന്തെല്ലാം? ലോകസഭയുടെ അധ്യക്ഷ സ്പീക്കറാണ്. ലോകസഭയുടെ കാലാവധി കഴിഞ്ഞാലും അടുത്ത സഭ തെരഞ്ഞെടുക്കുന്നത് വരെ സ്പീക്കർ സ്ഥാനത്ത് തുടരും. അപ്പൊ എന്തൊക്കെയാണ് സ്പീക്കറുടെ അധികാരങ്ങൾ? സഭായോഗങ്ങൾ വിളിച്ചു ചേർക്കേണ്ടതും യോഗത്തിന് അധ്യക്ഷത വഹിക്കേണ്ടതും സ്പീക്കറാണ്. സ്പീക്കറുടെ അനുവാദമില്ലാതെ അംഗങ്ങൾക്ക് ലോകസഭയിൽ സംസാരിക്കാൻ അനുവാദമില്ല. അംഗങ്ങൾക്ക് പ്രമേയങ്ങളായിക്കോട്ടെ, ബില്ലുകളായിക്കോട്ടെ, ഭേദഗതികൾ എന്നിവ അവതരിപ്പിക്കുന്നതിന് അനുമതി നൽകുന്നത് സ്പീക്കറാണ്. സഭയിൽ അച്ചടക്കം പാലിക്കുന്നതിനും നിയമാനുസൃതമായ സഭാ നടപടികളുടെ നടത്തിപ്പിനും സ്പീക്കർക്ക് വിപുലമായ അധികാരങ്ങളുണ്ട്. തർക്ക വിഷയങ്ങൾക്ക് വോട്ടെടുപ്പ് നടത്തുമ്പോൾ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്താനുള്ള അധികാരം സ്പീക്കർക്കുണ്ട്. സഭയുടെ ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും കസ്റ്റോഡിയൻ സ്പീക്കറാണ്. സഭാ നടപടികളിൽ സ്പീക്കറുടെ റൂളിംഗ് അന്തിമമാണ്. സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അംഗങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടി വന്ന നടപടിയെടുക്കാനും സ്പീക്കർക്ക് അധികാരമുണ്ട്. അതേപോലെ തന്നെ ലോകസഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്നതും സ്പീക്കറാണ്. അടുത്ത ചോദ്യമാണ് ഏഴാമത്തെ, ഡിസ്ക്രൈബ് ദി കോമ്പോസിഷൻ ഓഫ് രാജ്യസഭ ആൻഡ് മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഈസ് മെമ്പറാണ്. രാജ്യസഭയുടെ ഘടനയും സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള വിധവും വിശദീകരിക്കണം. ഇന്ത്യൻ പാർലമെന്റിന് 2 സഭകളാണ്, രാജ്യസഭയും ലോകസഭയും.
രാജ്യസഭ ഉയർന്ന മണ്ഡലമെന്നും ലോകസഭ താഴ്ന്ന മണ്ഡലമെന്നും അറിയപ്പെടുന്നു. രാജ്യസഭ സംസ്ഥാനങ്ങളുടെയും ലോകസഭ ജനങ്ങളുടെയും പ്രതിനിധീകരിക്കുന്നു പറയാം. രാജ്യസഭ പിരിച്ചുവിടാൻ പാടില്ലാത്തതാണ്. പരമാവധി 250 അംഗങ്ങളാണ് രാജ്യസഭയിൽ ഉണ്ടാകുക. അതിൽ 12 പേരെ കലാശാസ്ത്ര സാഹിത്യ മേഖലയിൽ നിന്ന് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നു. ഓരോ സംസ്ഥാനത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ അവകാശം നിയമസഭാംഗങ്ങൾക്കായിരിക്കും രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ അവകാശം. ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യയ്ക്ക് ആനുപാതികമാണ് രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 6 വർഷമാണ് കാലാവധി. വൈസ് പ്രസിഡന്റാണ് രാജ്യസഭയുടെ അനൗദ്യോഗിക ചെയർമാൻ. 8ാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ ഫോർ ബിക്കം എ രാജ്യസഭ മെമ്പർ? രാജ്യസഭ മെമ്പർ ആകാനുള്ള യോഗ്യതകൾ എന്തെല്ലാം? 1 ഇന്ത്യൻ പൗരനായിരിക്കണം. 2 30 വയസ്സിൽ കുറയാത്ത പ്രായം വേണം. 3 ഇന്ത്യൻ ഭരണഘടനയോട് പൂർവ്വം വിശ്വസ്തത ഉണ്ടാകണം. 4 രാജ്യത്ത് എവിടെയുള്ള വോട്ടർ പട്ടികയിൽ പേരുണ്ട്. രാജ്യത്ത് എവിടെയെങ്കിലും വോട്ടർ പട്ടികയിൽ പേരുണ്ടാകും. അടുത്തത് എക്സ്പ്ലെയിൻ ദി കോമ്പോസിഷൻ ആൻഡ് ഇലക്ഷൻ ഓഫ് ലോകസഭ. ലോകസഭയുടെ ഘടനയും തെരഞ്ഞെടുപ്പും വിശദീകരിക്കാനാണ്. പാർലമെന്റിന്റെ അതോ മണ്ഡലമാണ് ലോകസഭ. ഓരോ 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലൂടെയാണ് ലോകസഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. സഭയിലെ അംഗങ്ങളുടെ പരമാവധി എണ്ണം 552. 530 പേരെ പൊതു തെരഞ്ഞെടുപ്പിലൂടെയും പരമാവധി 20 പേരെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളായും പരമാവധി 2 പേരെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളായും തെരഞ്ഞെടുക്കാം. 2014 നടന്ന 16ാമത് തെരഞ്ഞെടുപ്പിൽ 543 അംഗങ്ങളെയാണ് ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ലോകസഭാ സീറ്റുകളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് അധ്യക്ഷത വഹിക്കാം എന്നുള്ളതാണ്. ഈ 10ാമത്തെയാണ്, ഡിസ്ക്രൈബ് ദി ലോ മേക്കിംഗ് പ്രൊസീജിയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നിയമനിർമ്മാണ സംഹിതയെ കുറിച്ച് വിവരിക്കാനാണ്. ഇന്ത്യയിലെ നിയമനിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്ന പാർലമെന്റാണ്. നിയമം ബില്ലിന്റെ രൂപത്തിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. പാർലമെന്റിൽ പാസ്സായ ബില്ല് പ്രസിഡന്റ് അംഗീകാരത്തിന് വിടുന്നു. പ്രസിഡന്റ് അംഗീകരിച്ചാൽ ബില്ല് നിയമമായി മാറും. 2 തരത്തിലുള്ള ബില്ലുകളാണ് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. 1 സാധാരണ ബില്ല്, ഓർഡിനറി ബില്ല്. 2 മണി ബില്ല്, ധനബില്ല്. സാധാരണ ബില്ല് എന്ന് പറഞ്ഞാൽ പൊതുവായ ഏത് പ്രശ്നത്തെയും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതും ബില്ലുകൾ അവതരിപ്പിക്കാൻ പാർലമെന്റുകളെ സാധാരണ ബില്ല് എന്നാണ് അറിയുന്നത്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലുകളെ ഗവൺമെന്റ് ബില്ല് എന്നും മറ്റ് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ബില്ലിനെ പ്രൈവറ്റ് ബില്ല് എന്നും പറയും. ഒരു സഭയിൽ അവതരിക്കുന്ന ബില്ല് വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് പാസ്സാക്കുകയോ തള്ളിക്കളയോ ചെയ്യുന്നത്. സഭയിൽ പാസ്സാക്കിയ ബില്ല് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമായി മാറും. 2ാമത് ധനബില്ലാണ്. ഗവൺമെന്റിന്റെ സാമ്പത്തിക വരുമാനം, കടം, ടാക്സ് തുടങ്ങിയ സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം അവതരിപ്പിക്കുന്ന ബില്ലിനെയാണ് ധനബില്ല് എന്ന് പറയുന്നത്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട സ്പീക്കറാണ്. സാധാരണ ബില്ലുകൾ 2 സഭകളിലും അവതരിപ്പിക്കാം. എന്നാൽ ധനബില്ല് ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കൂ. അതിനു മുമ്പ് പ്രസിഡന്റിന്റെ അനുമതി വേണം. ലോകസഭയിൽ പാസ്സാക്കിയ ബില്ല് രാജ്യസഭയിലേക്ക് പോകുന്നു. രാജ്യസഭയിലേക്ക് ധനബില്ല് തള്ളിക്കളയാൻ അധികാരമല്ല. എന്തെങ്കിലും ഭേദഗതികൾ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. തിരിച്ചയക്കുന്ന ബില്ലിലെ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ ലോകസഭയ്ക്ക് സ്വീകരിക്കാം. അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ പ്രസിഡന്റിന് അംഗീകാരത്തിന് സമർപ്പിക്കും. പ്രസിഡന്റിന്റെ അംഗീകാരത്തോടെ ആ ബില്ല് നിയമമായി. പിന്നെ ബഡ്ജറ്റാണ്. ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ മൊത്തത്തിലുള്ള വരവ് ചെലവ് കണക്കിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ധനകാര്യമന്ത്രി ലോകസഭയിലാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ റെയിൽവേ ബഡ്ജറ്റും പൊതു ബഡ്ജറ്റ് 2ആയി അവതരിപ്പിക്കുന്നത്. റെയിൽവേ ബഡ്ജറ്റ് റെയിൽവേ മന്ത്രി അവതരിപ്പിക്കും. റെയിൽ ബഡ്ജറ്റ് സാധാരണഗതിയിൽ ഫെബ്രുവരി മാസം 3ാമത്തെ ആഴ്ചയിലും പൊതു ബഡ്ജറ്റ് ഫെബ്രുവരി അവസാന പ്രതിദിനമാണ് അവതരിപ്പിക്കുന്നത്. ഇനി അടുത്ത 11ാമത്തെ ചോദ്യം, വാട്ട് യു മീൻ ബൈ മണി ബില്ല്? ധനബില്ല് എന്നുകൊണ്ട് എന്താണ് അർത്ഥം? സാമ്പത്തിക പ്രമേയങ്ങളെ കുറിച്ചുള്ള ബില്ലുകളാണ് ധനകാര്യ ബില്ലുകൾ. ധനകാര്യ ബില്ലുകൾ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ധനബില്ലിന്റെ നടപടിക്രമങ്ങൾ വ്യത്യസ്തമാണ്. ധനബില്ല് ലോകസഭ പാസ്സാക്കിയതിനു ശേഷം രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾക്കായി കൈമാറും. 1 രാജ്യസഭയ്ക്ക് ധനബില്ലിനെ അംഗീകരിക്കുകയോ മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയോ ചെയ്യാം. എന്നാൽ ധനബില്ലിൽ ഭേദഗതി വരുത്താനോ അതിനെ നിരാകരിക്കാനോ രാജ്യസഭയ്ക്ക് അധികാരമില്ല.
2 ബില്ല് ലഭിച്ച് 14 ദിവസങ്ങൾക്കകം നിർദ്ദേശങ്ങൾ സഹിതം ലോകസഭയിലേക്ക് തിരിച്ചയക്കേണ്ടതാണ്. ലോകസഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയോ ചെയ്യാം. 3. ഒരു ധനബില്ല് 14 ദിവസങ്ങൾക്കകം രാജ്യസഭ തിരിച്ചു നൽകുന്നില്ലെങ്കിൽ 14 ദിവസം തീരുന്ന അന്ന് മുതൽ അത് ഇരുസഭകളും പാസാക്കിയതായി പരിഗണിക്കും. 4. ധനബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം എന്നത് ഫലത്തിൽ ഒരു ആചാര നടപടിയാണ്. അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ബില്ല് പ്രസന്റ് പാർലമെന്റ് ബിൽ എക്സ്പ്ലെയിൻ പ്രൊസീജിയർ ആണ്. പാർലമെന്റിൽ അവതരിപ്പിക്കാവുന്ന ഒരു ബില്ല് നിയമമാക്കുന്നതിന് പല നടപടികളുണ്ട്. ആ നടപടികൾ എന്തൊക്കെയാണ് നമുക്കറിയാം. പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല്. ഈ കരട് രൂപം പാർലമെന്റ് അംഗീകരിച്ചാൽ ബില്ല് നിയമമായി മാറും. ഈ കരട് നിയമം മാറ്റണമെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം. പാർലമെന്റിൽ ബില്ലുകൾ പാസ്സാക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകളാണ് ഭരണഘടനയുടെ 107 മുതൽ 122 വരെയുള്ള ആർട്ടിക്കിളുടെ ഉള്ളടക്കം. അതനുസരിച്ച് ഓരോ ബില്ല് 2 സഭകളിലും 3 വായനകൾക്ക് കടന്നു പോകണം. ഒന്നാം വായന എന്നറിയപ്പെടുന്ന ബില്ലിന്റെ അവതരണമാണ്. സഭയുടെ അനുമതി വാങ്ങിയ ശേഷം ഒരു വിശദീകരണ പ്രസ്താവനയോടുകൂടി ഏതെങ്കിലും ഒരു അംഗം ബില്ല് അവതരിപ്പിക്കുന്നു. ബില്ല് എതിർപ്പ് നേരിടുകയാണെങ്കിൽ അവതരിപ്പിച്ച അംഗത്തിനും എതിർക്കുന്ന അംഗത്തിനും അവരുടെ നിലപാട് വിശദീകരിക്കുന്നതിന് സഭ അവസരം നൽകുന്നു. 4. ഭൂരിപക്ഷം അംഗങ്ങൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യ ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. 5. അങ്ങേയറ്റം വിവാദം കലർന്നതാണെങ്കിൽ ഒന്നാം വായനയിൽ ചർച്ച ആവശ്യമില്ല എന്ന കീഴ്വഴക്കം നിലവിലുണ്ട്. ഇനി 2ാം വായന എങ്ങനെയൊക്കെയാണ്? ബില്ലിന്റെ 2ാം ഘട്ടമാണ് 2ാം വായന. ഈ ഘട്ടത്തിൽ ബില്ലിന്റെ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ബില്ല് അടിയന്തരമായി പരിഗണിക്കണമെന്ന് അവതാരകൻ അഭ്യർത്ഥിക്കും. അല്ലാത്ത പക്ഷം ഒരു സെലക്ട് കമ്മിറ്റിക്കോ 2 സഭകളിലെയും സംയുക്ത സെലക്ട് കമ്മിറ്റിക്കോ പരിഗണിക്കാനായി അയക്കുന്നത് ആവശ്യമാണ്. പൊതുജനാഭിപ്രായം ആരായുവാൻ ബില്ല് അയക്കണമെന്നും ആവശ്യം ഉയർന്നേക്കാം. എന്നാൽ സാധാരണ നിലയിൽ ബില്ല് സെലക്ട് കമ്മിറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. ഇനി 3ാം ഘട്ടമാണ് കമ്മിറ്റി ഘട്ടമാണ്. 3ാം ഘട്ടം സെലക്ട് കമ്മിറ്റി അംഗങ്ങളെ നിയമിക്കുന്ന സഭയാണ്. കമ്മിറ്റി കൂടുന്ന സ്ഥലം, തീയതി, സമയം എന്നിവ തീരുമാനിക്കുന്നതാണ് കമ്മിറ്റി ചെയർമാൻ. സെലക്ട് കമ്മിറ്റിയിൽ പ്രതിപക്ഷ അംഗങ്ങളെ ഉൾപ്പെടുത്തും. ബില്ലിലെ വ്യവസ്ഥകൾ ഒറ്റക്കൊറ്റക്ക് സൂക്ഷ്മമായി പഠിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ സഭയിൽ ചർച്ച ചെയ്യുന്നതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കും. ഇനി 4ാം ഘട്ടമാണ് റിപ്പോർട്ട് ഘട്ടം. ബില്ലിന്റെ 4ാം ഘട്ടമാണ്. റിപ്പോർട്ട് പരിഗണക്കെടുക്കുന്ന നിശ്ചയിച്ച ദിവസം റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്ന് അവതാരകൻ സഭയോട് ആവശ്യപ്പെടുന്നു. റിപ്പോർട്ട് ഏകാഭിപ്രായത്തിലോ ഭൂരിപക്ഷ അഭിപ്രായത്തിലോ ആയിരിക്കും. കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ സഭാ ബില്ലിലെ വ്യവസ്ഥകൾ ഓരോന്നും ഒറ്റക്കൊറ്റക്കായി ചർച്ചക്കെടുക്കുന്നു. 5. ഈ ചർച്ചയ്ക്ക് ഒട്ടേറെ സമയമെടുക്കും. 6. ബില്ലിലെ ഓരോ വ്യവസ്ഥയും ഭേദഗതികളടക്കം ചർച്ച ചെയ്ത് വോട്ടിനെടുക്കും. 7. ഈ ഘട്ടത്തിലാണ് സാരമായ പല മാറ്റങ്ങളും ബില്ലിന് സംഭവിക്കുന്നു. എന്നാൽ ബില്ലിന്റെ അവതരണത്തിലെ ഏറ്റവും പ്രധാന ഘട്ടം ഇതാണ്. പിന്നെ 3ാം വായനയാണ്. 3ാം വായനയാണ് അന്തിമ ഘട്ടം. 3ാം വായനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസം അന്തിമമായ അംഗീകാരത്തിനായി ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നു. കാര്യക്ഷമമായ മാറ്റങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ബില്ലിൽ വരുത്താറില്ല. ഭേദഗതികൾ വാക്കാൽ മാത്രം ഉന്നയിച്ച് പെട്ടെന്ന് പറഞ്ഞു തീർക്കും. ചർച്ചയുടെ അവസാനത്തിൽ ബില്ല് വോട്ടിനിടും. ഹാജരായ അംഗങ്ങളിൽ ഭൂരിപക്ഷം പേർ അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ സഭാ ബില്ല് അംഗീകരിച്ചതായി കണക്കാക്കും. പിന്നീട് ബില്ല് 2ാമത്തെ സഭയിലേക്ക് അയക്കും. മേൽ സൂചിപ്പിച്ച നടപടികളിലൂടെയാണ് ഒരു ബില്ല് നിയമമായി മാറുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ആൻസറും അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. NSന്റെ വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്കും SSLC +2 അഡ്മിഷൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ടൊക്കെ NSൽ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ പരീക്ഷ എഴുതാം. അതേപോലെ തന്നെ ബോസ് ബോർഡിന്റെ കീഴിൽ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് +2 പരീക്ഷ ഓൺലൈനായിട്ട് എഴുതാനുള്ള സംവിധാനവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷൻ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ ഓൺലൈൻ ക്ലാസ്സോടുകൂടി നമ്മൾ നൽകുന്നുണ്ട്. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലുകൾ, ഗൈഡുകൾ എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. ഗൾഫിലുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായി ക്ലാസ്സുകൾ കേൾക്കാനുള്ള സംവിധാനം നൽകുന്നുണ്ട്. ലീവിന് നാട്ടിൽ വരുന്ന സമയത്ത് എക്സാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ എൻ്റെ വാട്സപ്പ് നമ്പർ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.